ഓം ശാന്തി. സുഭാഷിതം. ഇന്നു മുതൽ നമ്മളൊരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ്. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ സ്വയം പരംപിത പരമാത്മാ ഭഗവാൻ നമുക്ക് മാനവരാശിക്ക് നൽകുന്ന മൃതസഞ്ജീവനി, നിത്യേനയുള്ള നമ്മുടെ ജീവിത യാത്രയിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഭഗവാൻ നമുക്ക് നൽകുന്ന മധുര മഹാവാക്യങ്ങളുടെ സാരാംശമാണ് നമ്മൾ ഈ സീരീസിൽ സുഭാഷിതം എന്ന പേരിൽ കേൾക്കുന്നത്. ഭഗവാന്റെ ഇന്നത്തെ മധുര മഹാവാക്യങ്ങളിൽ ഈശ്വരൻ പറഞ്ഞത്, നിങ്ങൾ സ്വദർശന ചക്രധാരിയായി മാറും. സ്വദർശന ചക്രം നമ്മൾ വിഷ്ണുവിൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും കൈകളിൽ കണ്ടിട്ടുണ്ട് അല്ലേ? ശത്രുക്കളെ നിഗ്രഹിക്കുന്ന ആയുധത്തിൻ്റെ രൂപത്തിൽ. അപ്പോൾ ഭഗവാൻ പറയാണ്, നിങ്ങൾ സ്വദർശന ചക്രധാരികളാകും. എന്താണ് അർത്ഥം? ഇതൊരു ഹിംസാത്മക ആയുധമല്ല, മറിച്ച് നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ അഹിംസാ മാർഗത്തിൻ്റെ ജീവിത രീതിയാണ് സ്വദർശനം. ആ വാക്കിൽ തന്നെയുണ്ട് സ്വ അർത്ഥം സെൽഫ്. നമ്മൾ നമ്മളെ നോക്കാൻ, സ്വദർശനം ചെയ്യാൻ തുടങ്ങിയാൽ, ഞാൻ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവരെന്നെ ശ്രദ്ധിക്കുന്നത് കുറയും. പക്ഷേ എനിക്ക് എൻ്റെ മേലെ ശ്രദ്ധ കുറയുമ്പോഴാണ് എന്നിൽ നിന്ന് തെറ്റുകളും കുറ്റങ്ങളും അബദ്ധങ്ങളും കൂടുന്നത്. അപ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മളെ നോക്കേണ്ടിയും നമ്മളെ കറക്റ്റ് ചെയ്യേണ്ടിയും നമ്മളെ കുറ്റപ്പെടുത്തേണ്ടിയും നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറയണ, മക്കളെ, നിങ്ങൾ നിങ്ങളെ നോക്കൂ, സ്വദർശനം ചെയ്യൂ, സ്വന്തം പ്ലസ്സുകളെയും മൈനസുകളെയും തിരിച്ചറിയൂ, പ്ലസ്സുകളെ കാര്യങ്ങളിൽ ഉപയോഗിക്കൂ, മൈനസുകളെ മാറ്റിയെടുത്തു. അപ്പം സ്വദർശനം ചെയ്താൽ നമുക്ക് സ്വപരിവർത്തനം ചെയ്യാം. സ്വപരിവർത്തനത്തിലൂടെ കുടുംബ പരിവർത്തനവും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ പരിവർത്തനവും നാടിൻ്റെ പരിവർത്തനവും വിശ്വപരിവർത്തനവും വളരെ സഹജമായി മാറും. രണ്ടാമത്തെ പോയിന്റ്, സ്വപരിവർത്തനം അർത്ഥം ഭഗവാൻ പറയുന്ന സ്വദർശനം ആത്മദർശനത്തെക്കുറിച്ചാണ്. നമ്മൾ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് എല്ലാവരുടെയും മുഖമാണ് കാണണേ, ശരീരമാണ് കാണണേ. പക്ഷേ സ്വദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കണേ നമ്മളൊരു വ്യക്തിയെ അവരുടെ റിയാലിറ്റി റിയലൈസ് ചെയ്യുക. കാരണം നമ്മൾ ഈ രണ്ട് കണ്ണുകൊണ്ട് കാണുന്നത് നശിക്കുന്ന മുഖവും ദേഹവുമാണ്. പക്ഷെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കേവലം ഈ നശിക്കുന്ന ദേഹമല്ല, ഈ ദേഹത്തിനുള്ളിലിരിക്കുന്ന ഒരു ചൈതന്യം, ഒരു ഡിവൈൻ ഊർജമാണ്. ശരീരം ഹ്യൂമസ് പാർട്ടാണ്, ഇതിനുള്ളിലിരിക്കുന്ന ആത്മീയ ചേതനയാണ് ബീയിങ് പാർട്ട്. സോ ഈ ഹ്യൂമസ് പാർട്ടും ബീയിങ് പാർട്ടും ചേരുന്നതാണ് ഹ്യൂമൻ ബീയിങ്. അപ്പം നമ്മുടെ ശ്രദ്ധ ഈ ഹ്യൂമസ് പാർട്ടിൽ, ഈ മണ്ണിൽ മാത്രമാണ്. മണ്ണാകാത്തതുള്ള നമ്മളിലെ ജീവൻ ചേതന ബീയിങ് ആണ്. അതുകൊണ്ട് പരമാത്മാ പറയണ, മക്കളെ, നിങ്ങൾ നിങ്ങളെയും ഒരു ബീയിങ് ആണെന്ന് തിരിച്ചറിയൂ. ഞാൻ ഈ നശിക്കുന്ന മുഖവും ദേഹവുമല്ല, പിന്നെയോ ഞാനൊരു ഡിവൈൻ എനർജിയാണ്, ആത്മീയ ഊർജമാണ്. സേ ലൈറ്റ്, ഡിവൈൻ ലൈറ്റ് വിത്ത് ഫുൾ ഓഫ് മൈറ്റ്. അപ്പോൾ ഭഗവാൻ പറയണേ, നമ്മൾ സ്വദർശനം ചെയ്താൽ, ആത്മദർശനം ചെയ്താൽ നമുക്ക് മറ്റുള്ളവരെ പ്രതിയും സുദർശനം ഉണ്ടാക്കും. നമ്മുടെ കൂടെയുള്ളവരെല്ലാം കേവലം സ്ത്രീ പുരുഷ മുഖഭാവത്തിൽ കാണാതെ, ഹിന്ദു മുസൽമാനായിട്ട് കാണാതെ, ആണ് പെണ്ണായിട്ട് കാണാതെ, കറുത്തവർ വെളുത്തവരായിട്ട് കാണാതെ, പണ്ഡിതൻ പാമരനായിട്ട് കാണാതെ, സുന്ദരൻ സുന്ദരിയായി കാണുന്നതിന് ഉപരി ഒരു ഹയർ കോൺഷ്യസ്നസ് നമ്മുടെ കൂടെയുള്ളവരെല്ലാം, നമ്മുടെ കുടുംബത്തിലുള്ളവരുൾപ്പെടെ എല്ലാവരുടെയും മുഖത്ത്, ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ നമ്മളൊരു ഡിവൈൻ ബീയിങ് ആയിട്ട് കാണും. ദൈവികമായൊരു ഊർജം. ഇവരെല്ലാം ഭഗവാന്റെ മക്കളാണ്, എൻ്റെ സഹോദരാത്മാക്കളാണ്. അപ്പോൾ നമുക്ക് പതി പത്നി ബന്ധത്തിനിടയിൽ പോലും അതൊരു ശാരീരിക ബന്ധമാണ്. പക്ഷേ ഈ ആത്മീയ ബന്ധത്തിൽ, സ്പിരിച്വൽ റിലേഷൻഷിപ്പിൽ ഈ ആത്മദർശനം, സുദർശനം നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്ക് അവരുടെ നല്ലത് കാണാൻ പറ്റും, പ്ലസ്സുകൾ. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിണക്കുണ്ടായാൽ നമ്മൾ മൈനസുകൾ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും, ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ബന്ധം കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ സ്വദർശന ചക്രം തിരിക്കുക അർത്ഥം എന്താണ്? എല്ലാവരുടെയും
അല്ലേ, ആത്മബന്ധുക്കളായി ഭഗവാന്റെ മക്കളായി കാണുക. അപ്പം നമുക്ക് ക്ഷമിക്കാൻ, അഡ്ജസ്റ്റ് ചെയ്യാൻ, എല്ലാവരോടും ആത്മീയമായൊരു സ്നേഹം, കരുണ, ചേർന്ന് പോകുക, ചേർത്ത് കൊണ്ടുപോവുക, ഈ ഗുണങ്ങളും വിശേഷതകളും, സർവരോടൊരു കരുണ, അനുകമ്പ. അപ്പോൾ നമുക്ക് എന്തായി, റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൽ വളരെ സ്മൂത്തായിട്ട്, കുറച്ചുകൂടെ സഹജമായിട്ട്, കുറച്ചും കൂടെ ഡിവൈനായിട്ട്, ശാന്തവും സമാധാനപൂർണവുമായ ഒരു നല്ല സ്നേഹബന്ധം നമുക്ക് കുടുംബത്തിലും ജോലിസ്ഥലത്തും അയൽക്കാരോടൊപ്പമെല്ലാം നിലനിർത്താൻ കുറച്ചും കൂടെ എളുപ്പമാണ്. പിന്നെയോ സ്വദർശനം എന്നതിൻ്റെ മൂന്നാമത്തെ ഭാവം ഭഗവാൻ നമ്മളോട് പറഞ്ഞതിൻ്റെ, സ്വദർശനം നമ്മൾ ചെയ്യുമ്പോൾ പരദർശനം കുറയും. സ്വദർശനം, ഞാൻ എന്നെ നോക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരിൽ സുദർശനം നടക്കുമ്പോൾ പരദർശനം, അതായത് പരദോഷം, പരചിന്തനം, മറ്റുള്ളവരുടെ മോശം കാണുന്നത്, കുറവ് കാണുന്നത്. തെറ്റുകൾ ചെയ്ത ഒരാളാണ്, തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുമ്പോഴും നമ്മൾ തെറ്റ് കാണുന്നതിന് പകരം അവരെ പ്രതിയും നമുക്കൊരു സുദർശനം ഉണ്ടാക്കും. ഇവർക്ക് നല്ലത് വരട്ടെ, സദ്ബുദ്ധി ഉണ്ടാകട്ടെ, നല്ലത് ചിന്തിക്കാൻ പറയാൻ തോന്നട്ടെ. അപ്പോൾ പരചിന്തനവും പരദോഷവും കുറയും. അപ്പോൾ എന്തായി, നമ്മുടെ ഉള്ളിൽ വ്യർത്ഥം കുറയും, ടെൻഷൻ കുറയും, അശാന്തി കുറയും. മാത്രവുമല്ല, മറ്റുള്ളവരുടെ മോശം കാണും തോറും നമ്മുടെ ഉള്ളിൽ ആ മോശം പതിയാൻ തുടങ്ങും. അപ്പോൾ ആ അഴുക്കുകളെല്ലാം നമ്മളെ അഴുക്കാക്കും, നമ്മുടെ ഉള്ളിൽ ചെളി പിടിപ്പിക്കും. അപ്പോൾ സ്വദർശനം ഒരു ചക്രം പോലെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ കണ്ടിട്ടുള്ളത് കൃഷ്ണൻ്റെയും വിഷ്ണുവിൻ്റെയൊക്കെ കയ്യിൽ ആ ചക്രം ഇങ്ങനെ കറങ്ങുന്നതായിട്ടാണ്, അല്ലേ? എൻ്റെ അർത്ഥം എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഡിവൈൻ ഇൻ്റലക്റ്റ്, മൂന്നാം കണ്ണ് തുറക്കുക, അകക്കണ്ണുകൊണ്ട് എല്ലാവരെയും കാണുക. ഞാനും ഒരു ആത്മചൈതന്യമാണ്, എൻ്റെ കൂടെയുള്ളവരെല്ലാം ഒരു ദൈവികമായ ഊർജമാണ്, നമ്മളെല്ലാവരും ഭഗവാന്റെ മക്കളാണ് എന്ന ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ നടക്കുകയും കറങ്ങുകയും കാര്യങ്ങളെ നോക്കിക്കാണുകയും, മീൻസ് അകക്കണ്ണ് തുറന്ന് നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുമ്പോൾ നമ്മുടെ ഡിവൈൻ ഇൻ്റലക്റ്റ് വർക്ക് ചെയ്യും. ആ ഡിവൈൻ ഇൻ്റലക്റ്റിലൂടെ നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ, കാര്യങ്ങളെ, വ്യക്തികളെ, സംഭവങ്ങളെ നോക്കുമ്പോൾ സമസ്യകൾക്ക് നമുക്ക് സമാധാനം കാണാൻ എളുപ്പമാണ്. ഇല്ലെങ്കിൽ നമ്മൾ സമസ്യകൾ തന്നെ വർണ്ണിച്ചുകൊണ്ടിരിക്കും. സ്വദർശന ചക്രം കറക്കുകയാണെങ്കിൽ സമാധാന സ്വരൂപമായി മാറും. കാരണം പറയുന്നതിന് പകരം നമ്മൾ നിവാരണങ്ങൾ കാണുന്നവരായിട്ട് മാറും. അതുകൊണ്ട് ഇതൊരു ഹിംസ ചക്രമോ ആയുധമോ അല്ല, പിന്നെയും അഹിംസയുടെ മാർഗത്തിൽ ഡിവൈൻ ഇൻ്റലക്റ്റ് ഉപയോഗിച്ച്, നമുക്ക് ദിവ്യമായ ബുദ്ധി ഉപയോഗിച്ച് ജീവിതത്തിന് മുന്നിൽ വരുന്ന എല്ലാ സമസ്യകൾക്കും ഏറ്റവും വിവേകപൂർണമായ ഉത്തരങ്ങൾ എഴുതി ജീവിതയാത്രയിൽ നമ്മളെ വിജയിക്കാൻ സഹായിക്കുന്ന ആ ഡിവൈൻ ഇൻ്റലക്റ്റാണ്, ജ്ഞാനക്കണ്ണാണ്. അറിവിൻ്റെ, തിരിച്ചറിവിൻ്റെ കണ്ണ് തുറന്ന് ജീവിക്കൂ എന്ന് ഭഗവാൻ പറയാണ്. ഇവിടെ പറയാറുണ്ടല്ലോ, ചക്രം ഉപയോഗിച്ച് അസുരന്മാരുടെ കഴുത്തറുത്തു എന്നാണ് പറയണത്. ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ എന്താ അർത്ഥം? സ്വദർശനം ചെയ്യുകയാണെങ്കിൽ, ഡിവൈൻ ഇൻ്റലക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ തന്നെ ഉള്ളിലെ ആസുരീയ സ്വഭാവങ്ങളുടെ, ആസുരീയമായ ചിന്താഗതികൾ, ആസുരീയമായ തീരുമാനം എടുക്കൽ, അതിനൊരു അറുതി വരുത്താൻ കഴിയും. നമ്മുടെ ഓരോ തീരുമാനങ്ങളിലും, നമ്മുടെ ഓരോ വാക്കുകളിലും ഡിവിനിറ്റി ഉണ്ടാകും. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്കെല്ലാവർക്കും സ്വദർശന ചക്രധാരിയാകാം, ആത്മദർശനം ചെയ്യാം, അവനവൻ്റെ പ്ലസ്സുകളെയും മൈനസുകളെയും തിരിച്ചറിയാം, പ്ലസ്സുകളെ കാര്യങ്ങളിൽ ഉപയോഗിക്കാം, മൈനസുകളെ മാറ്റിയെടുക്കാം, മറ്റുള്ളവരിലെ സുദർശനം പ്ലസ്സുകൾ കാണാം, റിലേഷൻഷിപ്പുകൾ ബെറ്ററാക്കാം, പരദർശനവും പരചിന്തനവും കുറയ്ക്കാം. പിന്നെയോ ഈ സ്വദർശനം നമ്മുടെ സ്വരക്ഷയാണ്. നമുക്ക് തന്നെ നമ്മളെ രക്ഷിക്കാൻ കഴിയും. അനേകം വിപത്തുകളിൽ നിന്ന് ഈ അകക്കണ്ണ് തുറന്നിരുന്നു കഴിഞ്ഞാൽ അനേകം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ടാക്കും. അബദ്ധങ്ങളിൽ പോയി ചാടില്ല. ഏത് റൈറ്റ്, ഏത് റോങ് സമയത്ത് തിരിച്ചറിയാനും തീരുമാനം എടുക്കാനും കഴിയും. മാത്രവുമല്ല, പരമാത്മാവിൽ നിന്ന്, ആ സുപ്രീം ഇൻ്റലക്റ്റിൽ നിന്ന് നമുക്ക് കറക്റ്റ് ടച്ചിങ് ഉണ്ടാകും. ക്യാച്ച് ചെയ്യാൻ പറ്റും എന്ത് എങ്ങനെ പരിഹരിക്കണം,
ഏത് സമസ്യയ്ക്ക് എന്ത് സമാധാനം. ഇപ്രകാരം ജീവിതം നമുക്ക് സുഖകരമാക്കി മാറ്റാം. അപ്പം നമുക്കും വിഷ്ണുവിനെ പോലെ, കൃഷ്ണനെ പോലെ അല്ലേ ദിവ്യ ഗുണധാരിയായിട്ട് മാറാൻ കഴിയും. ദൈവീകതയുള്ള ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിൽ നിന്ന്, ഒരു മാനവനിൽ നിന്ന് ഒരു ദൈവമാനവനായി, ദൈവികതയുള്ളൊരു മാനവനായി മാറാം. അപ്പോൾ നമ്മളിലെ ആസുരീയ സ്വഭാവങ്ങളും സംസ്കാരങ്ങൾക്കും പരിവർത്തനം താനേ ഉണ്ടാകും. ഓം ശാന്തി.